ഷോക്കേറ്റ് കൊല്ലം തേവലക്കര സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. സ്കൂളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് വിവിധ സംഘടനകൾ. കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് KSUവിന്റെയും ABVPയുടെയും ആഹ്വാനം. സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മിഥുന്റെ സംസ്കാരം വിദേശത്തുള്ള അമ്മ നാളെ നാട്ടിലെത്തിയ ശേഷം. ADGP MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയുടെ CCTV ദൃശ്യം പുറത്ത്. ആ ദൃശ്യമാണ് കാണുന്നത്. ADGPക്കൊപ്പം 2 പേഴ്സണൽ സ്റ്റാഫും ട്രാക്ടറിൽ ഉണ്ടായിരുന്നു. ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്ത് ഒതുക്കിയ സംഭവത്തിൽ ഈ ദൃശ്യങ്ങൾ അതിനിർണായകമായി മാറുകയാണ്. കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി തുടരുന്നു. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയേക്കും. VCക്ക് സംരക്ഷണം നൽകണമെന്ന് പോലീസ് മേധാവിക്ക് രാജ്ഭവന്റെ നിർദ്ദേശം. VC എത്തിയാൽ SFIയുടെ പ്രതിഷേധത്തിന് സാധ്യത. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് 2 ആണ്ട്. പുതുപ്പള്ളിയിൽ അനുസ്മരണ സമ്മേളനം. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽ ദാനവും പുതുപ്പള്ളിയിലെ ചടങ്ങിൽ. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ച് കോൺഗ്രസ്. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. BJP സംസ്ഥാന ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത്. യോഗം ചേരുന്നത് പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ശേഷം ആദ്യം. രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്ത C സദാനന്ദന് സ്വീകരണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം പ്രധാന ചർച്ചാ വിഷയം. മഞ്ചേരി ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തെ ചൊല്ലി തർക്കം. ആശുപത്രി മഞ്ചേരിയിൽ നിന്ന് മാറ്റേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ്. മന്ത്രി V അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലെ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതെന്നും ലീഗിന്റെ ആക്ഷേപം. താനൂരിൽ ജനറൽ ആശുപത്രി വേണമെന്ന നിലപാടിൽ CPM. ഇടുക്കിയിൽ വൻ വനംകൊള്ള. ശാന്തൻപാറ ഏലമലക്കാട് മേഖലയിലെ 150-ലധികം മരങ്ങൾ മുറിച്ച് കടത്തിയതായി സൂചന. മരങ്ങൾ മുറിച്ചത് ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശത്തിന് സമീപത്ത്. വിവാദമായതോടെ കേസെടുത്ത് വനം വകുപ്പ്. ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്തായി. മൊഴി പുറത്തുവിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന ആരോപണം. ധർമ്മസ്ഥല പോലീസിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി. തൊഴിലാളിയുടെ ജീവൻ അപകടത്തിലായാൽ ധർമ്മസ്ഥല പോലീസ് ഉത്തരവാദിത്തമേൽക്കണമെന്നും പരാതിക്കാർ. പാലക്കാട് വാടാനംകുറിശ്ശിയിൽ പാടത്തെ വെള്ളക്കെട്ടിൽ മുങ്ങിത്താണ 4 പേരിൽ ഒരാൾ മരിച്ചു. 3 പേരെ രക്ഷിച്ചു. മരിച്ചത് വാടാനംകുറിശ്ശി സ്വദേശിയും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് 4ാം വർഷ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഹാഷിം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കില്ല. പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തള്ളി വൈറ്റ് ഹൌസ്. ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് വിവരമില്ലെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. TRF ലഷ്കർ-എ തോയ്ബയുടെ നിഴൽ സംഘടനയെന്ന US വിദേശകാര്യ സെക്രട്ടറി. ഭീകരവാദത്തെ ചെറുക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമെന്ന് മാർക്ക് റൂബിയോ.